കാണിക്കാൻ വരുന്ന പല ഹാർട്ടിൻ്റെ പേഷ്യൻസിലും ഞാൻ കണ്ടെത്തിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയാം. അവർ ആദ്യമായിട്ട് എന്നെ കാണിക്കാൻ വരുമ്പോൾ അവരുടെ അസുഖത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഒരുപാട് പറയും. പക്ഷേ ഈ പറയുന്നതിലെ 80% കാര്യങ്ങളും ഒരു ഡോക്ടർക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാലോ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലപ്പോഴും രോഗികൾക്ക് പറയാൻ അറിയില്ല. നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണിക്കാൻ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അങ്ങനെ ഒരു വിസിറ്റിനായിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെയും ഒരു ചെറിയ രൂപം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഞാൻ ഡോക്ടർ അനിൽ സലീം, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയോളജിസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിസ്ക് ഫാക്ടർ ഡ്യൂറേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഹാർട്ടിന്റെ അസുഖം വരാനുള്ള സാധ്യത ഒന്നെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിരിക്കും. ഈ പറയുന്ന അസുഖങ്ങളുടെ കാലഘടന നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡോക്ടറോട് പറയണം. എന്ന് വെച്ചാൽ പ്രമേഹം എത്ര കൊല്ലമായിട്ടുണ്ടെന്ന് പറയണം, BP എത്ര കൊല്ലമായിട്ടുണ്ടെന്ന് പറയണം. പ്രമേഹ രോഗം ഒരു 5 വർഷത്തിലേക്ക് അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹാർട്ടിന് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ ഷുഗറിന്റെ അളവ് വെച്ചിട്ടല്ല ഹാർട്ടിന്റെ റിസ്ക് പറയാം. അതുപോലെ തന്നെയാണ് BP-യുടെ കാര്യം. BP എത്ര വർഷമായിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് കാർഡിയോളജിസ്റ്റിന് ഹാർട്ടിന്റെ റിസ്ക് പറയാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കിതപ്പോ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷണം ഏത് സമയത്താണ് പുറത്തേക്ക് വരിക? അത് നടക്കുന്ന സമയത്താണോ, കോണി കയറുമ്പോഴാണോ, ഭക്ഷണം കഴിച്ചിട്ട് നടക്കുമ്പോഴാണോ? നമ്മളത് ഓർത്തു വെക്കുക. അത് ഡോക്ടറോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. മൂന്നാമത്തെ കാര്യം ഫാമിലി ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തില്, അടുത്ത ബന്ധത്തില് ആർക്കൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഹാർട്ടിന്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കിന്റെ അസുഖമാണോ, വാൽവിന്റെ പ്രശ്നമാണോ, തലകറക്കം വന്ന് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഫാമിലി ഹിസ്റ്ററിയാണ്. നാലാമത്തെ കാര്യം മരുന്നുകളുടെ ഒരു ഹിസ്റ്ററി. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, കുറച്ച് കാലം മുമ്പ് വരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വ്യക്തി തന്നെ പലപ്പോഴും പല ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഈ എല്ലാ മരുന്നുകളും ഏതാണെന്ന് അറിയൽ വളരെ ആവശ്യമാണ്. ഈ പല ഗുളികകളും തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ചില മരുന്നുകളൊന്നും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് മുമ്പ് എവിടെ കാണിച്ചിട്ടുണ്ടോ, ഇത്ര കാലം മുമ്പ് കാണിച്ചതാണെങ്കിലും അതൊരു കാർഡിയോളജിസ്റ്റിന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ചില അസുഖങ്ങളുണ്ട്, റുമാറ്റിക് ഫീവർ എന്നൊക്കെ പറയും, വാൽവിനെ ബാധിക്കുന്നത്. ആ വ്യക്തിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ കാണിച്ച മെഡിക്കൽ റെക്കോർഡ് പോലും വളരെ വിലപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് എത്ര പഴകിയ മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിലും ഡോക്ടറെ കാണിക്കുക. പിന്നെ ഡോക്ടറോട് പറയാൻ മടിക്കുന്ന പ്രധാന കാര്യം അത് ടെൻഷനാണ്. നിങ്ങളത് പറയണം. കാരണം ഹാർട്ടിനായിട്ട് വരുന്ന പല ലക്ഷണങ്ങളും, അത് നെഞ്ചിടിപ്പാവട്ടെ, നെഞ്ചുവേദനയാവട്ടെ, ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടാവട്ടെ, പലപ്പോഴും ടെൻഷൻ കൊണ്ട് മാത്രം സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ടെൻഷനുള്ള കാര്യം ഡോക്ടർ ചോദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അങ്ങോട്ട് പറയാം. ഇത് ചികിത്സയിലും ടെസ്റ്റിന്റെ കാര്യത്തിലും ചികിത്സാ ചെലവിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.